ഹായ് എവ്രി വൺ, വെൽക്കം ടു മീനൂസ് മെന്യൂ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ മീനൂസ് മെനുവിൽ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ക്രാബ് റോസ്റ്റാണ്. അപ്പം നമ്മുടെ ഈ ക്രാബ് റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നതെന്നും അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം സൈഡിലുള്ള ബെൽ ഐക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം നമ്മുടെ ക്രാബ് റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഒന്ന് പെട്ടെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്രാബാണ്. ഇത് ഏകദേശം ഒരു 500 ഗ്രാം ക്രാബാണുള്ളത്. അതുപോലെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള സബോള, അതായത് ഞാനൊരു 3 മീഡിയം സൈസ് സബോള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതുപോലെ ഒരു 10-12 വെളുത്തുള്ളി അല്ലി, ചെറിയൊരു ഇഞ്ചി കഷ്ണം, ഒരു 4 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, അതുപോലെ ഒരു 3 മീഡിയം സൈസ് തക്കാളിക്ക നീളത്തിൽ അരിഞ്ഞതാണ്. അതുപോലെ പൊടികൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 3/4 ടേബിൾ സ്പൂൺ പിരിയമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ 1/4 ടേബിൾ സ്പൂൺ വറുത്ത് പൊടിച്ച പെരുംജീരകപ്പൊടിയാണ്. ഇനി നമുക്ക് നമ്മുടെ ക്രാബ് റോസ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം ഇതിലോട്ട് ഒരു ടീസ്പൂൺ കുരുമുളകും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇതിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും എല്ലാം ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് അതും ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതൊരു നാടൻ കറി ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കാം. കടുകിൻ്റെ കൂടെ ഞാനൊരല്പം, അതായത് ഒരു പിഞ്ച് ഉലുവയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് ചേർത്ത് അത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക്, അതുപോലെ പെരുംജീരകം കൂടെ നമ്മൾ ചതച്ച ആ പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സബോളയൊന്ന് ചേർത്ത് കൊടുക്കാം. സബോള ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ ഇതിലോട്ട് ഒരല്പം ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അത് നമ്മുടെ സബോള ഒന്ന് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയാണ്. അപ്പം നമ്മുടെ സബോളയും ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റും എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാലകളെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. മസാല എല്ലാം ഒന്നിട്ട് നന്നായിട്ടൊന്ന് അത് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് വഴറ്റി നമുക്കെടുക്കാം. നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിക്ക ചേർത്ത് കൊടുക്കാം. തക്കാളിക്കയും ചേർത്ത് കൊടുത്ത് നമുക്ക് നമ്മുടെ ഈ മിക്സ് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് നന്നായിട്ടൊന്ന് തക്കാളിക്കയും നമ്മുടെ സബോളയെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ക്രാബ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രാബെല്ലാം നമ്മുടെ ഗ്രേവിയിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം കൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്രാബും കറിവേപ്പിലയും നമ്മുടെ ഗ്രേവിയെല്ലാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. അതിന് ശേഷം ഒരു മൂടി കൊണ്ട് ഇത് മൂടി വെച്ച് നമുക്കൊരു 20 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിലോട്ട് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പം നമ്മളിത് മൂടി വെച്ച് വേവിക്കുമ്പോൾ ഏകദേശം എല്ലാ 5 മിനിറ്റ് കൂടുമ്പോഴും മൂടി ഒന്ന് മാറ്റി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് മാറ്റി നോക്കാം.
അപ്പം നമ്മുടെ അടിപൊളി ക്രാബ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാണുന്ന പോലെ ക്രാബെല്ലാം നന്നായിട്ട് വെന്ത് അതിൻ്റെ ഗ്രേവിയെല്ലാം നന്നായിട്ട് അതിൽ വെന്ത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലോട്ട് പ്രത്യേകിച്ച് വെള്ളം ഒന്നും തന്നെ ഒഴിച്ചിട്ടില്ല. പക്ഷേ എന്നാലും തക്കാളിക്കായിലെ വെള്ളം എല്ലാം ഒന്ന് ഇറങ്ങി നമ്മുടെ ഗ്രേവി നല്ല അടിപൊളി തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ചുകൂടെ കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കുക. അത് വേണമെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ മസാലയ്ക്ക് അല്ലെങ്കിൽ കറിക്ക് കുറച്ചുകൂടി ഒരു ടേസ്റ്റൊക്കെ കൂടത്തേ ഉള്ളൂ. അപ്പം നമ്മുടെ അടിപൊളി ക്രാബ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും റെസിപ്പി സജഷൻസ് ഉണ്ടെങ്കിലോ അത് താഴെയുള്ള കമൻസിൽ എഴുതി എന്നെ അറിയിക്കുക. അപ്പം നമുക്ക് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും അല്ലെങ്കിൽ അപ്പം ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ക്രാബ് റോസ്റ്റ് റെസിപ്പിയാണിത്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഐ ഹോപ്പ് you all love this video. Please do like, share and subscribe to my channel to see more delicious recipes from Meenu's menu.